മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ നബാർഡിന്റെ സഹായത്തോടുകൂടി വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആതിഥേയത്വത്തിൽ ഇന്ന് വൈകിട്ട് മുതൽ നടക്കുന്ന കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് കഫേ കുടുംബശ്രീ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ കായിക വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 18 വരെ 5 ദിവസങ്ങളിലായി നടക്കുന്ന ഭക്ഷ്യമേളയിൽ 10 ലൈവ് ഭക്ഷ്യശാലകളും 20 ഉൽപ്പന്ന വിപണന സ്റ്റാളുകളുമാണ് ഒരുക്കിയിട്ടുള്ളത്. CDSകളുടെ നേതൃത്വത്തിൽ 40-ൽ പരം വൈവിധ്യമാർന്ന മായം കലരാത്ത രുചികരമായ ഭക്ഷണങ്ങളാണ് മേളയുടെ ഹൈലൈറ്റ്. വനസുന്ദരി ഹെർബൽ ചിക്കൻ, കൊണ്ടോട്ടി ചിക്കൻ, കരിംജീരക കോഴി, കിളിക്കൂട്, ചട്ടിപ്പത്തിരി, ഇറച്ചിക്കേക്ക്, കൂന്തൽ നിറച്ചത്, പാൽക്കപ്പ, കപ്പ കാന്താരി, കാട ചീറിപ്പാഞ്ഞത്, മണവാളൻ കോഴി, വിവിധ ഇനം ബിരിയാണി, തേങ്ങാച്ചോറ് ഇങ്ങനെ നീളുന്നു വിഭവങ്ങൾ. സമ്മേളനത്തോടനുബന്ധിച്ച് മേളയിൽ വിവിധ പഞ്ചായത്തുകളിലെ CDSകളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൌഷാദ് പദ്ധതി വിശദീകരിച്ചു. CDS ചെയർപേഴ്സൺ ഷറഫ് നീസ മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അറിയിച്ചു. മേളയിലേക്ക് എല്ലാ നാട്ടുകാരെയും കുടുംബസമേതം ക്ഷണിക്കുന്നതായി സംഘാടക സമിതി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വാഴക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആയിഷ മാരാത്ത്, അയ്യപ്പൻകുട്ടി, CDS വൈസ് ചെയർപേഴ്സൺ മൈമൂന, മെമ്പർ സെക്രട്ടറി പ്രേംചന്ദ് എന്നിവരും സംബന്ധിച്ചു. 14-ാം തീയതി മുതൽ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഒരു വലിയ ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ജില്ലാ കുടുംബശ്രീ മിഷൻ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒട്ടനേകം പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു സർക്കാർ ഏജൻസിയാണ്. അവരുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷനും അതുപോലെ തന്നെ ബ്ലോക്ക് കുടുംബശ്രീ മിഷൻ, വാഴക്കാട് കുടുംബശ്രീയും അതോടൊപ്പം തന്നെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ചേർന്നുകൊണ്ട് 5 ദിവസം നീണ്ടു നിൽക്കുന്ന കഫേ കുടുംബശ്രീ എന്ന പേരിലുള്ള ഒരു ഫുഡ് ഫെസ്റ്റിവലിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഫുഡ് ഫെസ്റ്റിവലിനോടൊപ്പം മറ്റു വിവിധ കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. ലൈവ് സ്റ്റേജ് പ്രോഗ്രാം ഈ 5 ദിവസവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സര പരിപാടികൾ ഫാമിലിക്ക്, അതുപോലെ തന്നെ കപ്പിൾസിന്, കുട്ടികൾക്ക്, ഇവർക്കെല്ലാവർക്കും ആസ്വദിക്കാനും പങ്കാളികളാകാനും ഉതകുന്ന വിധത്തിലുള്ള മത്സര പരിപാടികൾ ഈ ഫുഡ് ഫെസ്റ്റിവലിനോടനുബന്ധമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നാടൻ ഉൽപ്പന്നങ്ങൾ, മായം കലരാത്ത, വിഷാംശം ഒട്ടുമില്ലാത്ത നമ്മുടെ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വലിയ വിലയിലല്ലാതെ കുറഞ്ഞ വിലയിൽ ഈ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ വെച്ച് ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. മലപ്പുറം ജില്ലാ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി ബ്ലോക്കിലെ മുഴുവൻ CDSകളുടെയും സഹകരണത്തോടുകൂടി വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് ഈ വരുന്ന 14 മുതൽ 18 വരെ പണിക്കരപ്പുറ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. ഇതിൽ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ പോലെ മായം കലരാത്ത സാധാരണ കുടുംബശ്രീയുടെ സംരംഭകർ, മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിലുള്ള സംരംഭങ്ങളുടെ ഒരു ലൈഫ് ഫുഡ് ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഭക്ഷണം ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം എന്താ പറയുക, പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണത്തിന് കൂപ്പൺ നൽകി എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലേക്കും കൂപ്പൺ നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട്. കൊണ്ടോട്ടി ബ്ലോക്കിലെ മുഴുവൻ CDSലും ഓരോ അയൽക്കൂട്ടങ്ങളിലേക്കും കൂപ്പൺ എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും CDS ചെയർപേഴ്സണും പറഞ്ഞു. ഞാനതിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട അതൊരു ശുചിത്വ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു മേള പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ, ഗ്രീൻ പ്രോട്ടോക്കോൾ, ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതിനുവേണ്ടി വാഴക്കാടിൻ്റെ ഹരിതകർമ്മസേനയെ നമ്മൾ കൃത്യമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഈ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഈ പരിപാടിക്ക് പ്രധാനമായും സ്പോൺസർ ചെയ്യുന്നത് നബാർഡിൻ്റെ സഹായമാണ്. നബാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ
പരിപാടി നടത്തുന്നത്. കൂടാതെ കേരള ഗ്രാമീൺ ബാങ്കും നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.